ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്സിയുടെ ജാറിൽ നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു രീതിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിലേക്ക് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാണല്ലോ വെക്കാറ്. അപ്പോൾ നമുക്കിത് വിപ്പ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഇതെടുത്തിട്ട് പുറത്ത് വെക്കണം. ഇനി ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ എയർ കടക്കാത്ത രീതിയിൽ ക്രോസ് ചെയ്തിട്ട് വേണം ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ആവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ലോ. ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറ് 4 മണിക്കൂറോളം ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് മിക്സിയുടെ ജാറിൽ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റീലിൻ്റെ ജാർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ വിപ്പായി വരുന്നതിനനുസരിച്ച് ഈ മിക്സിയുടെ സൗണ്ടിനൊരു വ്യത്യാസം വരും. അത് ശ്രദ്ധിച്ച് നോക്കണം. ഈ സൗണ്ടിന് വ്യത്യാസം വരുന്ന ടൈമിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ലൂസായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചതിന് ശേഷം ഇതിലേക്ക് 2.25 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്ത് നല്ല തിക്ക് ക്രീമായി കിട്ടിയിട്ടുണ്ട്. സൗണ്ടിന് വ്യത്യാസം വന്ന അതേ ടൈമിൽ ഞാൻ ഓഫ് ചെയ്ത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വിപ്പായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഇതെടുത്ത് നോക്കിയിട്ട് ഇത് ഇങ്ങനെ സ്പാച്ചില വെച്ചിട്ട് ഞാൻ എടുത്തതിന് ശേഷം ഇങ്ങനെ വീഴുന്നുണ്ടോ നോക്കി. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്, വീഴുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ വിപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം. അപ്പോൾ മിക്സിയുടെ ജാറ് മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെയോ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതുപോലെ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ബീറ്ററൊന്നും ഇല്ലാത്തവർ മടിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കോ അതുപോലെ ഏത് കേക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡിസൈൻ ചെയ്യാനും കേക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ വീട്ടിൽ എപ്പോഴുമുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.